ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 8 ചാപ്റ്റർ 3 അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.3 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. The measure of two adjacent angles of a parallelogram are in the ratio 3:2. Find the measure of each of the angles of the parallelogram. ഒരു പാരലോഗ്രാമിൻ്റെ ടു അഡ്ജസൻറ്റ് ആംഗിളിൻ്റെ റേഷ്യോ ആണ് 3:2 എന്ന് പറയുന്നത്. ഈ പാരലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് ആംഗിളിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണെന്നറിയോ? ഈ അഡ്ജസൻറ്റ് ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. സം ഓഫ് ടു അഡ്ജസൻറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ഈക്വൽ ടു 180 ആണ്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു എക്സും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ആംഗിൾ 3x ആണെന്നുണ്ടെങ്കിൽ മറ്റേ ആംഗിൾ എത്രയായിരിക്കും? 2x ആയിരിക്കും. അപ്പോൾ 3x + 2x ഈ രണ്ട് ആംഗിളുകൾ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. കാരണം ആംഗിളിൻ്റെ സമ്മ് 180 ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അഡ്ജസൻറ്റ് ആംഗിളിൻ്റെ സമ്മ് എത്രയാണ്? 180 ആണ്. അത് പാരലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ 3x + 2x 180 ആണ്. അതിൽ നിന്ന് 5x = 180 എന്ന് കിട്ടും. ഈ 5നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. 5 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അത് ഇപ്പുറം വരുമ്പോൾ ഡിവൈഡ് ആവും. സോ x = 180/5 എന്ന് വരും. അതിനുശേഷം 180യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 5s are 15. മൈനസ് ചെയ്യുമ്പോൾ 3 കിട്ടും. 0 റൈറ്റ് ഡൗൺ ചെയ്തു. ദെൻ 6 5s are 30. സോ വാട്ട് ഈസ് ആൻസർ? 36. സോ എക്സിൻ്റെ വാല്യൂ 36 ആണ്. അതിനർത്ഥം ആംഗിൾ 36 ആണെന്നാണോ? അല്ല. ആംഗിളുകൾ എന്ന് പറയുന്നത് ഒന്ന് 3x ഒന്ന് 2x ആണ്. അപ്പോൾ ആ രണ്ട് ആംഗിളുകൾ കാണണം. ഫസ്റ്റ് 3x 3 × 36 അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 108 കിട്ടും. ദെൻ 2x 2 × 36 അത് 72 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പാരലോഗ്രാം ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതിൻ്റെ ഒരു ആംഗിള് 72 ആണ്. അതിന് സമീപത്തുള്ള അഡ്ജസൻ്റ് ആംഗിൾ അത് 108 ആണ്. എങ്കിൽ ഈ 108ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എത്രയായിരിക്കും? 108 ആയിരിക്കും. 72ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എത്രയായിരിക്കും? 72 ആയിരിക്കും. അപ്പോൾ പാരലോഗ്രാമിൻ്റെ എല്ലാ ആംഗിളും കിട്ടിയില്ലേ? 72 108 72 108. ഓക്കെ, 108 ഡിഗ്രി 72 ഡിഗ്രി 108 ഡിഗ്രി 72 ഡിഗ്രി. ഇതാണ് പാരലോഗ്രാംസിൻ്റെ ആംഗിൾസ് വരിക.